പണിഷ്മെന്റ് എടുത്താ താടി മീശം പഠിച്ചടോ ലൈവില്. താടി മെഷീൻ പിടിച്ചാ നിങ്ങൾ എന്തിനാ മോനെ ഈ പണി? നിങ്ങൾ ഗെയിമില് എന്തിനാ ഇങ്ങനെ ഇറിറ്റേഷൻ ഗെയിം ആക്കണേ? നിങ്ങൾ എന്തിനാ ഈ വലിയ വലിയ പണിഷ്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കണേ, അക്സെപ്റ്റ് ചെയ്യാൻ നിൽക്കണേ? അതല്ലേ ഒരു ഗെയിമിന്റെ സ്പീറ്റ് കളിക്കുക. നിങ്ങൾ പണിഷ്മെന്റ് പേരിൽ അങ്ങോട്ട് മുട്ടടിക്ക്, ഇങ്ങോട്ട് താടി പഠിക്ക്, മീശ പഠിക്ക്. അനക്കിപ്പോ താടി പഠിക്കാൻ പറ്റൂല, അതുകൊണ്ട് ഇജ്ജിപ്പോ അതിന് വലിയ സംഭവമാക്കി എടുക്കണേ. എന്തിനാ ഇറിറ്റേഷൻ ആക്കണേ, അരട്ടേഷൻ ആക്കണേ വെച്ചിട്ട് ഞാൻ കൊടുത്ത പണിഷ്മെന്റ് കേക്ക് എന്നാ നീ വെച്ചിനാ. പിന്നെ വന്നത് 3 സിമ്മാണ് ഇവിടെ. ഓരോ തലി മീസി മൊട്ടൊക്കെ ഇവിടെ അടിച്ചാൻ കൊടുത്തു. അത് ഓനെടുത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞൊരു പണി ആൾക്കാർക്ക് ഫുഡ് കൊടുക്കാറ്. അന്ത ഭയം ഇറുക്കണം 300 ആട്ടാ. ആ അതിൽ ഒറ്റ കൊടുക്കും, 30 കൊടുക്കും. 300 കൊടുക്കുക. 300 1000 800 ആൾക്കാർ ലൈവിലുണ്ടായിരുന്നു. ഇതൊക്കെ ആൾക്കാർ കാണല്ലേ. കൊടുക്ക എപ്പം കൊടുക്കും? ഇപ്പൊ ചെല്ലാൻ പറഞ്ഞു എന്നോട്. ഇപ്പൊ ചെല്ലാൻ പറഞ്ഞു പറഞ്ഞ ഇപ്പൊ ആൾക്കാർ വെച്ചു ഇപ്പൊ ചെന്ന് അവിടെ ഉള്ളത് പിന്നെ ഫുഡും കാര്യം എവിടെ വെച്ചു. നാളെ കൊടുക്കും. നിന്റെ ഒരു താടിയെ പോയിട്ടുള്ളൂ. ആകെ 300 താടി ഉണ്ടായിട്ടില്ല. പക്ഷെ സങ്കടമല്ല, ആ താടി ഉണ്ടാക്കാൻ എത്ര കഷ്ടപ്പെട്ടിട്ട് ഞാൻ. നീ വരൂല്ല. അടുത്തേക്ക് മുട്ട അടിക്കുക. നമുക്കൊരു മാച്ച് കളിക്കാം. ഞാൻ തോറ്റ മുട്ട അടിക്കല്. ഞാൻ തോറ്റ മുട്ട അടിക്കും. താടിമ തൊട്ട് കളിക്കണ്ട, ആദ്യം പറഞ്ഞുതരാം. മുട്ട ഞാൻ തോറ്റാല് നീ തോറ്റാല് ഞാൻ മുട്ട അടിക്കും. രോമം അടിക്കാം ഇവിടുത്തെ. ഓടാ എന്തേ നീ ജയിച്ച അങ്ങനെ. ഓ സിമ്മം നാളെ പോസ്റ്റും ഞാന്. ആരടിച്ച? ഇക്കൂസ് രാജ. അതാരായി? ഇക്കൂസാ. മാഷാ ഇക്കൂസ് നാട്ടിൽ ലൈവിലുണ്ട്, എന്റെ ലൈവിലുണ്ടായിരുന്നു. 3 അടിച്ചിന് ലയം വന്നടിച്ച്. ഇക്കൂസ് പൊളിയാ. ഇക്കൂസ് ഞാൻ കുറെ കളി മനസ്സിലാക്കിയതാ. ഓൻ ജയിപ്പിക്കാൻ ഭയങ്കര, അതായത് ജയിപ്പിക്കൊണ്ട് വിചാരിച്ചാല് കട്ടൊക്കെ നോക്കും. ഭയങ്കര പിന്നെ ജയ ഉറപ്പല്ലേ? ഉറപ്പാ. ജയ് ലവ് യുടാ. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ. ഓക്കെ, ലവ് യു. 300 ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കൂലെന്നാ? കൊടുക്കും. ഞാൻ പറഞ്ഞില്ലല്ലോ, അങ്ങനെ പറഞ്ഞില്ലല്ലോ. അങ്ങനല്ല, 300 ആക്കല്ലേ കൊടുക്കും. പണിഷ്മെന്റ് വലുതല്ലേന്ന് പറഞ്ഞു. അല്ല, പണിഷ്മെന്റ് ഹെവി പണിഷ്മെന്റ് ആയിരുന്നു. ഞാൻ എന്റെ പറയടാ. ഞാൻ ആറ്റ് നോറ്റുണ്ടാക്കിയ എന്റെ താടി പോയില്ലേ? എന്നിട്ട് അടിപ്പ് കുറച്ച് ഭീമാ വന്നു മുഖം കാണാൻ. പിന്നെ അതിനെ കാണുമ്പോ മുത്തെടുക്ക് തരാനാ ഭൂതാന്ന്. ഇപ്പൊ രഹമത്ത് വന്നിക്കണം, മൂത്ത് തൊച്ചം വന്നിട്ടുണ്ട്. എന്റെ താടി മീശം പോയിട്ടോ? കോഴിമുട്ട മാരി ആയില്ലേ ചെങ്ങായി? കോഴിമുട്ടനെ പിന്നെ ഞാൻ കണ്ട് പണ്ട് മമ്മൂട്ടിനെ പോലെ കാണാൻ പണ്ട്. എന്റെ വിചാരം നാടാ പണ്ട് ഇന്നാക്കാട്ട് കോലം കണ്ടിക്കിന്റെ ആരും നോക്കൂ. ഇപ്പൊ ആരും നോക്കൂ. 2 പെമ്പിള നോക്കിപ്പോ. പോടാ സത്യം. സിന്ധു ബിന്ദു നോക്കൂ. ഏത് സിന്ധു? സിന്ധു നമ്മളെ ഗേൾ ഫ്രണ്ട്സ്. ബിന്ദു അതാണ് ഗേൾ ഫ്രണ്ട്സ്. ഇങ്ങോട്ട് അവിടെ ബിന്ദു. നീ ബിന്ദുസിന്റെ കളിയെല്ലാം മനസ്സിലായിന്. ഞാൻ ഒരു കാര്യം പറയാ, ഒരു കാലത്തും നീ ഇങ്ങനത്തെ കളി കളിക്കരുത്. എന്നെ വിളിക്കുകയും ചെയ്തു ഇങ്ങനത്തേന്. ഓക്കെ, നീ ആള് വെറും മറ്റേ ഞങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, കാര്യം തമാശ. ഓക്കെ, ബിന്ദു വിളിക്കട്ടെ. ബിന്ദു നിന്റെ നുപ്പു. ബിന്ദു കേൾക്കണോ? വിളിക്കട്ടെട്ടാ. ആള് മറ്റേത്. പിന്നൊരു കാര്യം പറഞ്ഞ ആള് പറ്റിയതോ ഇറ്റതോ. ബിന്ദു എന്തൊക്കെയാണ് ഇജ്ജ് കാട്ടിക്കൊടുത്തത് നുപ്പൂന്? പബ്ലിക് ആയിട്ട് പറഞ്ഞ വിളിക്കട്ടെ നുപ്പൂനെ. ബിന്ദു പിരിപ്പ് വരെ മടക്കി വെച്ചിട്ടില്ലേ? എന്ത് അതിലും മടക്കി വെച്ചോടോ കറന്നാല്? ഇക്കിപ്പോ അതല്ലേ പണി. ഇവിടെ മീസ പോടേക്ക് മേലൊന്നുമില്ല. ബില്ല മടക്കിയേക്കാൻ നിക്കണേ. ഒരു വൃത്തിയില്ലാതെ നിക്കില്ലേ? അതിപ്പോ ഈറൊടിച്ചിട്ട് ഒക്കെ പാടെ തട്ടിക്കൂട്ടിയ താടി ബീച്ച് പോയിട്ട് ഈറോ ബെറ്റിനെ തീർത്തതാ. മനസ്സിലാവുണ്ടോ? ഒരു മനസ്സിലാവുന്നില്ല. ഓക്കെ, ഇപ്പൊ ഏതാണ് ബിന്ദു? ഞാൻ ഒരു കാര്യം പറയാം. ആട് പറയില്ല പറഞ്ഞുതരാം. ഓക്കെ, ബിന്ദു സിന്ധു നമ്മൾ സ്വന്തമാണ്.
നോക്കിയാടെ ആടെല്ലാം വൃത്തിയാക്കി പോയിട്ട് ഒരു കിടക്കുന്ന സ്ഥലമല്ലേ നമ്മളെല്ലാം കിടക്കുന്ന സ്ഥലം നോക്കിട്ടാ നോക്ക് എത്ര വൃത്തിയുണ്ട് നോക്ക് ഒരാൾ കിടന്നാ പറയുക കട്ടില നോക്ക് എല്ലാം വൃത്തി വെച്ചിട്ടുണ്ടാവും ഇതിപ്പോ തൽക്കാലം നിന്ദു നിപ്പുനക്ക് തരുമോ അത് പറഞ്ഞ ആരാ ഉണ്ട് നോക്ക ചെങ്ങായി ഞാൻ എന്റെ ക്രീം നോക്ക ക്രീമല്ലേ പറ്റുന്ന പേർന്നല്ലോ ക്രീമല്ലേ പറ്റുന്ന പേർന്നല്ലോ കുളിരാടാ കുളിര് താടി വച്ചിട്ട് കുളിര് എന്ത് കുളിര് തേക്കുമ്പോ ഒരു സുഖം മനസ്സിന് എന്ത് കുളിര് സുഖമുള്ള കുളിര് ഏ ആർക്കറിയില്ല ഇതിവിടെ എന്താ സുഖം വിഞ്ഞാന്ന് ഫോൺ വിളിച്ചൊക്കെ കണ്ടില്ല സുഖം ഞാൻ ഒരു കാര്യം പറയാം റബ്ബേ ഇവനെ ഞാൻ ഒരു സത്യസന്ധമായ ഒരു കാര്യം പറഞ്ഞു ഇങ്ങോട്ട് എല്ലാവരും ഇവൻ്റെ നമ്പർ ഉണ്ടെങ്കിൽ ഇവനക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കാൻ നിൽക്കിയത് കാലക്കേട്ടിന് എൻ്റെ സെയിം നമ്പർ തന്നെ ബോട്ടിയുമ്പോൾ രണ്ടും ഒന്ന് തന്നെയാണ് വാട്സപ്പ് നമ്പർ തന്നെ അപ്പോൾ 1000 3 മണിക്ക് വിളിക്കുക ഒരു മനുഷ്യനാകുമ്പോൾ ഒരു 3 മണിക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് അത്യാവശ്യ ഘട്ടങ്ങളിലാണ് നല്ല മനസ്സിലാക്കാൻ ഇവനിങ്ങനെ വിളിച്ചിട്ട് 1000 വിളിച്ചിട്ട് സത്യസന്ധമായ കാര്യം കളവല്ല കേട്ടോ ഒരു 3 മണിക്ക് പെട്ടെന്ന് വിളിക്കൂ ഞാൻ പെട്ടെന്ന് എടുക്കൂ വീഡിയോ കോൾ ആയിരിക്കും പെട്ടെന്ന് ഞാൻ ഇട്ടത്താ ചിലപ്പോൾ ഉണ്ടാവുക ഇങ്ങനെ കാണിക്കലാ ഈ കാണിക്കൽ വെറും ജെട്ടി മാത്രം സത്യമായിട്ട് കുപ്പാന്ന് ഇട്ടിട്ടുണ്ടാവില്ല വെറും ജെട്ടി മാത്രം എന്താ പറയുക എങ്ങനെയുണ്ട് ഞാൻ എന്തെങ്ങനെയുണ്ട് അല്ലാടാ എൻ്റെ ബോഡിയിൽ എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ ബോഡി കാണിക്കും എൻ്റെ പൈരയെ കുറിച്ച് എന്നെ കാണിക്കുന്നത് അതല്ലാടാ എനിക്ക് ഭയങ്കര പുഷപ്പെല്ലാം എടുത്ത് പണിഷ്മെന്റ് എടുത്തിട്ട് പിന്നെ ഇങ്ങനെ കാണിക്കും എങ്ങനെയുണ്ട് അപ്പം ഇവൻ്റെ സൂക്കേട് എനിക്ക് മനസ്സിലായ സംഭവം എന്നാ ഇവൻ ആള് വെറും ഞാൻ പറഞ്ഞു ഇവൻ്റെ അടുത്ത് നിങ്ങൾ ആരെങ്കിലും പോയിനെങ്കിൽ നിങ്ങൾ അവന് മറ്റേതാ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ അവൻ എന്തായാലും ഞാൻ എന്നെ കുറേ ദിവസമായി ഇപ്പം എന്നെ മനക്കെട്ട് വിളിച്ചുകൊണ്ട് നിൽക്കുന്നു ഇങ്ങോട്ട് പാടാ ഇന്നൊക്കെ കാണാൻ പോവുകയാണ് ഞാൻ എന്താടാ നീ എന്താണ് എന്നെ പറ്റി കയറ്റിയേ തെണ്ടി പട്ടി ചുള്ളിനല്ല ഓനെ വിളിച്ചേ ഇവനെ പറ്റി എന്താ കണ്ടിയേ എനിക്ക് സർട്ടിഫിക്കറ്റ് വേണം എനിക്ക് പറയാനുള്ള കാര്യങ്ങളും പറയട്ടെ കറക്റ്റ് 3:30 മണി 3:45 4 മണിൻ്റെ ഉള്ളില് വല്ലാഹി എനിക്ക് ഡെയിലി ഒരു 1.5 ചിലപ്പോൾ ദിവസം 2 പ്രാവശ്യം എനിക്ക് കോള് വരും ഈ താടിക്കാരൻ്റെ ബോട്ടിയമ്പിൽ ഓക്കെ എന്നിട്ട് ആലോചിച്ചു ഹലോ കരീമ ഉറങ്ങിയേട്ടാ അപ്പൊ ഞാൻ പറയും ഉറങ്ങിയിട്ടില്ല എന്ന് അപ്പൊ ആള് കാട്ടുന്ന പണിയാണ് എന്താ നീ ഉറങ്ങാത്ത ഫോണിങ്ങനെ വെച്ചിട്ട് എന്താ നീ ഉറങ്ങാത്ത ഒരു ചീഞ്ഞൊരു സെഡിയുണ്ട് ഏതോ കാലത്തൊരു പനിയനുണ്ട് ഈ 2 സാധനം എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു ഞാൻ എപ്പോ കാണുമ്പോൾ ആ ഒരേ ഒരു സെഡി ഉള്ളൂ വേറൊരു സെഡി ഞാൻ കണ്ടിട്ടില്ല ഒരു മോനെ അനാവശ്യ വാക്കുകൾ ഓക്കെ ആൾക്കാരെ കേൾക്കുമ്പോൾ ഉള്ളതാണ് നീ എപ്പോഴാണ് ഷട്ടി ഞാൻ കാണിച്ചെന്നെ നീ അല്ലാതെ എനിക്കെപ്പോ കാണിച്ച ഷട്ടി ഞാൻ കാണിച്ചെന്നിനാ എപ്പം വിളിച്ചവൻ ചെട്ടി കാണിക്കും സത്യമായിട്ട് പറയാ ഇവൻ എപ്പം വിളിച്ച ചെട്ടി കാണിക്കും ഞാൻ അങ്ങനെ പരിപാടിയില്ല ഞാൻ പോതിക്കനെ ഇവനെ കണ്ടിപ്പോ എടുക്കലില്ല ബോട്ടിൽ ലോക്കാക്കി ഇവനാ റെക്കോർഡ് ഉണ്ടല്ലോ ഒന്നുമില്ല മാനസിക നാട്ടിൽ പോട് ആകെ 2 മാസം 1 മാസം ആയി നാട്ടിൽ പോട് വിട്ടോ എന്നെ കൊണ്ടിട്ട് മനുഷ്യന്മാർക്ക് ജീവിക്കാൻ കഴിയില്ലേ നിന്റെ സൂക്കട എന്ത് സൂക്കട ഇത് 1000 വാച്ചും കണ്ണെടുത്ത് ഒപ്പിയിട്ട് വന്നിനി സത്യ ഷമീറുള്ള സത്യമായിട്ട് 3 മണിക്കൂർ വിളിക്കുന്ന പ്രശ്നമില്ല പറയുന്നറിയാ എങ്ങനെയുണ്ട് എനക്ക് ഉറക്കം വരുന്നില്ലടാ ഇവിടെ വരുന്നടാ ഒരു സൗണ്ടിൽ ഒരു മാറ്റോ ഞാൻ എന്താണ് ഇങ്ങനെ പറഞ്ഞത് ഞാൻ സ്വന്തം നമ്മൾ നയിക്കാം നമ്മൾ ആ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് എല്ലാ ചങ്ങായിമാരും നമ്മൾ ചങ്ങായിമാരാണ് അപ്പോൾ വിളിച്ച് നമ്മളൊന്ന് വിചാരിക്കാം ഉനക്ക് എന്തോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി 3 മണിക്ക് വിളിക്കുന്നത് ഇതിപ്പോൾ 2 ദിവസമായിട്ട് ഡെയിലി ഞാൻ ഇപ്പം നെറ്റ് ഓഫ് ആക്കല്ല രാത്രി 10 മണിക്ക് കഴിഞ്ഞാൽ 12 മണി കഴിഞ്ഞാൽ ഇവനെ പേടിച്ചിട്ട് ഇപ്പൊ ഒരാഴ്ച സാധാ കോള് വെച്ചിട്ട് ഒന്ന് വാട്ടിമ്പിൽ വരും ഞാൻ അപ്പാട് നായ എന്നിട്ട് ബെക്കറിപ്പോ മനസ്സിൽ ഇവനക്ക് മനസ്സിലായി സംഭവം എന്താണെന്നല്ലേ ഇവൻ ആള് എന്താ മനസ്സിലായത് അനക്കിനെ പറ്റി ആള് ഭൂലോകം മറ്റേതാണ് ഏത് എനിക്ക് അന്ന അത്രയ്ക്ക് എനിക്ക് ഇതുണ്ടെങ്കിൽ നീ ലോകത്തൊരു മനുഷ്യന്മാരെ അന്റെ ഈ താടിയും മുടിയും കണ്ട് എനിക്ക് എന്നോട് എനിക്ക് ഇങ്ങനെ സ്നേഹം ഇതെന്ന് തോന്നുന്നെങ്കിൽ ഇനി എനിക്ക് മനസ്സിലായി എന്നാണ് ഒരാളെ സ്നേഹിക്കണത് മറ്റേതായി ചട്ടി കാണിക്കലാടോ ജെട്ടി കാണിക്കല സ്നേഹം ഞാൻ എനക്കൊരു ഷെഡി കാണിച്ചു ലൈവത്തിന് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തോളെ വെച്ചാൽ പിന്നെ എൻ്റെ ഒരു മര്യാദ ഒരാൾ നമ്മളെ പേഴ്സണൽ കോൾ ചെയ്യുമ്പോൾ ഒരു മെസ്സേജ് അയക്കുമ്പോൾ നമ്മളെ സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കുന്ന മര്യാദക്കാരാണ് അത് തെറ്റാശീലാണ് എന്ന് വെച്ച് മാത്രം ചെയ്തില്ല നമ്മളെ വിശ്വസിക്കുന്ന ഒരാൾ നമ്മളെ കോൾ ചെയ്യുന്നുണ്ടാവാം നമ്മളെ സ്ക്രീൻഷോട്ട് തെറ്റല്ലേ എന്ന് വെച്ച് മാത്രം
എനിക്ക് ഇവനെ ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോ ഞാൻ ഇതിന്റെ ഒരു ഷെഡ് കാണിച്ചിട്ട് എന്താ കുഴപ്പം? എടാ ഒരു ആൺകുട്ടിക്ക് കാണിക്കേണ്ടതാ ഇത്? ഏത്? ഇഷ്ടമാന്നാ? ആ എന്തിഷ്ടം? എടാ നായ ഞാൻ കാണുമ്പോൾ ലൈവ് ചെയ്തിട്ടാ എന്റെ അനാവശ്യ കളികളെ കളിക്കില്ല കേട്ടോ. ഇനി എന്താടാ ഓടാ ചങ്ങായിക്ക് സുഖയില്ല ഗെയ്സ്, മാനസികാണ്. ഇപ്പൊ ഇപ്പൊ ഞാൻ ലൈവ് വന്നാൽ ഞാൻ കാര്യം പറയാം. കറിയുമ്പോൾ ഇനി തമാശല്ല, ആൾക്കാരെല്ലാം റെക്കോർഡിലാക്കും. ഇനി തമാശ കളിച്ച പോട്ടെ വെച്ചിട്ട് വളക്കം പോലത്തെ കളി കൊണ്ട് ഇപ്പൊ കാര്യം ഇവിടെ വന്നാ ഇവിടെ വന്നാ നാട് എന്താടാ നീ എന്താടാ മറ്റേ 8ാം ക്ലാസ്സിലെ കുട്ടിയാ? ഇങ്ങോട്ട് പറയാൻ ഇവിടെ ഒരു കാര്യം ഇവിടെ വന്നാ എടുത്തു വന്നാ മീശ പീസ പോയില്ലേ? താടി മീശയും പോയപ്പോ എനിക്ക് കുറച്ച് കൂടിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഫസ്റ്റ് താടി മീശ തന്നെ എനിക്ക് കണ്ടില്ലേ? നിങ്ങൾ കണ്ടില്ല? ഓ പറഞ്ഞ നിങ്ങൾ കേട്ടില്ല? നിങ്ങൾ കേട്ടില്ല? ഞാൻ പറയേണ്ട ആവശ്യം നിങ്ങൾ കേട്ടില്ല? എന്താ പറഞ്ഞത്? എന്റെ ചുള്ളി വന്ന് എടുക്ക. നീ നേരത്തെ 4 ലാണ് അടിച്ച ചുള്ളി കളിയിൽ നേരത്തെ മറ്റേ മാളിന്റെ ഒപ്പം കളിച്ചിട്ട്. അത് വിടിച്ചില്ല. മാളൂര് ഇപ്പൊ കളിക്കണ്ട. ഇങ്ങോട്ട് വരുമോ? എന്തിനു? എനിക്കിനെ പറ്റി മനസ്സിലായി. ഇന്നോട് ഒരാൾക്ക് പേഴ്സൺ സംസാരിക്കാൻ പറ്റൂല. അവന് എന്ത് മനസ്സിലായി? എനിക്ക് കൊറേ ആയാലും മനസ്സിലായി അല്ല നീ ആ സത്യം പറട്ടെ, നീ ആള് വെറും മറ്റേത്. നിനക്ക് മനസ്സിലായി. നീ എന്നെ വിളി, ഞാൻ പറ്റി തമാശക്ക് വിളിക്കുന്ന. നീ തമാശക്ക് വിളിക്കുന്നല്ല, നീ പരസ്യമായിട്ട് കളിക്കുന്ന. ഇപ്പൊ അനക്ക് ഇവിടെ സ്ഥലമുണ്ട്. ഇജ്ജ് മേലെ ഞാൻ അടിയിലും. ഞാൻ കൊന്നാലും ഇനി തരൂല. കൊന്നാലും ആർത്ത് പോയാലും ഞാൻ പോയി 2 കൂട്ടി വരും. ഒറ്റയ്ക്കാൻ പറ്റുന്ന പരിപാടിയില്ല. അല്ല ഇജ്ജ് അടിയിൽ ഞാൻ മേലെ. അടിയിലെ മേലെയാ? ഇജ്ജ് അടി ഇടുന്നോ ഞാൻ മേലെ കിടക്കാം? എന്തിനാ അടിയിലെ മേലെ? ഒപ്പരം കിടക്കുമ്പോ അപ്പുറം എടുക്കാം. വേണ്ട വേണ്ട, എനിക്ക് ചെറിയ സ്ഥലം തരാം. എനിക്ക് ബെഡൊന്നും താല്പര്യമില്ല. ഇജ്ജ് അടിയിൽ ഞാൻ മേലെ. എന്താ പറയുന്നേ? ഇജ്ജ് അടിയിൽ ഞാൻ മേലെ. അനാവശ്യം പറഞ്ഞാടാ. ആടാ കട്ടുമ്പോൾ നമ്മൾ 2 ഒപ്പരം എടുക്കുക. അടിയിൽ മേലെ എന്തിനാ? എടാ അനക്കിവിടെ അടി കിടക്കാം, ഞാൻ മേലെ കിടന്നോളാം. നീ എവിടെയെങ്കിലും കിടക്ക്, അടിയിലോ മോളോട്ടോ എവിടെയെങ്കിലും. അനക്കുവാണിന്റെ പോടറ നമുക്കതിന്റെ ഉറക്ക. ഇതൊരു സ്നേഹത്തിന്റെ പേരിൽ തരുന്നതല്ലേ? എന്നാണോ ഹോട്ടലിനെ കട്ട സാധനം നമുക്ക് സ്നേഹത്തോടെ എന്നാണോ പറഞ്ഞേ? ഗുഡ് നൈറ്റ് മോനെ, ഷൈജു ലവ് യു. എടാ ആരും കണ്ടില്ലടോ. നീ ഹോട്ടലിലെ സോപ്പ് ഞാൻ പറയട്ടെ, ആടെ കൊണ്ടാക്കട കൊണ്ട് പോയിട്ട് ആടെ കൊണ്ടാക്ക്. അതൊന്നും കൊണ്ടാക്കൂല. അനക്ക് ഞാൻ കൊടുന്നാണ്. അനക്ക് കൊണ്ടുവന്നതാ. എടാ എന്തിന്റെ പ്രശ്നം? എന്റെ പ്രശ്നം ജനുവിനാണ്. എന്നെ എനിക്കനെ കല്യാണം കഴിക്കണം. നായിക്ക് വരാണ്ടപ്പാ. മാനസിക ഓക്കെ, മാനസിക പോയി പണി നോക്കടാ. മാനസിക